ഹലോ, ഞാനിക്ക് ഈ ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് എങ്ങോട്ടാ പോണേന്ന് നിങ്ങൾ വിചാരിക്കില്ലേ? അപ്പം ഞാൻ ഇന്ന് ഒരാളെ കാണാൻ പോണേട്ടോ. അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മയുടെ കുട്ടികളെയാണ് കേട്ടോ കാണാൻ പോണേ. ആൻറ്റി ദൂരെയാണ് ജോലി ചെയ്യണത്, എയറോപ്ലെയിനൊക്കെ കയറിയാണ് ജോലി ചെയ്യണത്. അപ്പോൾ ആൻറ്റി ഇന്ന് തിരിച്ചു പോണേണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്ന് ആൻറ്റീൻ്റെ മാമനൊക്കെ പരിചയപ്പെടുത്തി. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ 3 ആൻറ്റി, ഒരു അമ്മാമ്മ, ഒരു പട്ടിക്കുഞ്ഞും ഉണ്ടായി. ഞാൻ ചെല്ലുമ്പോൾ തൊട്ട് അവൻ്റെ കൂടെ തന്നെയായിരുന്നു. അവനാണെങ്കിൽ അത് സ്റ്റേജ് എടുത്തിട്ടുണ്ടായിട്ട് അവനെ കൊണ്ട് നല്ല രസമുണ്ടായിട്ട്. അവൻ്റെ മുഖം നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. അവൻ്റെ കാലിൽ നിന്ന് കുറച്ച് നഖമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടപ്പോൾ അവൻ്റെ നഖൻ്റെ ഉടുപ്പിക്കുന്നു. അവൻ്റെ പേരെന്താണെന്നോ? ബ്രൗണി എന്നാണ് പേര്. എനിക്ക് അവനെ കണ്ടിട്ട് കൊതി മാറല്ല കേട്ടോ. ഞാൻ ചോറ് പോലെ കഴിച്ചില്ല ഗൈസ്. അപ്പം ഇതാണ് കേട്ടോ ശ്രീജാന്തി. ഞങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ മാമനും കൂടി. മാമൻ നല്ലോണം എന്നോട് കൂട്ടാന്ന്. എനിക്ക് പട്ടിക്കുഞ്ഞിനെയൊക്കെ പിടിച്ചെന്നിട്ടോ. അപ്പം എല്ലാവരും എനിക്ക് ഇഷ്ടമായിട്ടോ. എല്ലാവരും എന്നോട് നല്ല കുട്ടിയിലായിരുന്നു. ഈ ആൻറ്റി ഇല്ലേ, ആ ആൻറ്റീനെ കടിക്കാൻ വന്നപ്പോൾ ആൻറ്റി അവനെ വഴക്ക് പറഞ്ഞാലും പെണിങ്ങാലും അവനൊരു കൂസലും ഇല്ലാത്തോ. അവനെടുക്കുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ തൊടുമ്പോൾ വളരെ രസമുണ്ടോ ഗൈസ്. ഞാൻ മാമനെന്നെ അടുത്തുനിന്ന് അവനെടുത്തോണ്ട് തന്നെ ഞാൻ പിന്നാരിപ്പിച്ചിട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിട്ടോ ഗൈസ്. തൊടാൻ വാലൊക്കെ തൊടാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ആ പട്ടിക്കുഞ്ഞിനെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ശ്രീരാമിൻ്റെ അടുത്ത് നിന്ന്. അപ്പം ഞങ്ങൾക്ക് പോകാൻ സമയമായപ്പോൾ ഞാൻ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ടോ. എന്നിട്ട് ഞാൻ പോയി എല്ലാവർക്കും ഞാൻ ഉമ്മയ്ക്കൊക്കെ കൊടുത്തു. അങ്ങനെ ശ്രീയാന്റിക്ക് പോകാൻ സമയം കേട്ടോ. അതിനും ശ്രീയാന്റി എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും എനിക്കൊരു ചക്കര ഉമ്മയൊക്കെ തന്ന്. ആൻറ്റി പോകുന്ന കാരണം ആൻറ്റിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ എനിക്കെല്ലാവരും പരിചയപ്പെട്ടപ്പോൾ എനിക്ക് എല്ലാവരെയും സന്തോഷമായി. അപ്പം ഇനി ആൻറ്റി വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ആൻറ്റി തന്ന ഗിഫ്റ്റുകൾ. പിന്നെ എനിക്കൊരു ഡ്രസ്സും കൂടി ആൻറ്റി തന്ന്. അപ്പം എല്ലാവർക്കും ടാറ്റാ.